വിവാദങ്ങളൊക്കെ കൂടുന്തോറും പിണറായിയുടെ പിടിയും കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഘടകകക്ഷികൾക്ക് എങ്ങോട്ടേക്കായിരിക്കും ചായ്വ്? ഈ സുഖത്തിൽ ഉണ്ടാം സഖിമാരനേകം ദുഃഖം വരുമ്പോൾ പുനരാരുമില്ല, ഇങ്ങനെ കേട്ടിട്ടില്ലേ? പണ്ടൊക്കെ ഈ സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ ഈ പരാവർത്തനം ചെയ്യുക എന്നും പറഞ്ഞ് 2 വരി തരും. അതൊക്കെ ആദ്യകാലം മുതൽ ഞങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്. അതുപോലെ ഈ ഫലമുള്ള വൃക്ഷത്തിലാണല്ലോ ഏറ് വരുന്നത്, അല്ലാത്ത വൃക്ഷത്തിൽ ആര് വരാൻ? ഫലമുള്ള വൃക്ഷത്തിലല്ലേ കിളികളൊക്കെ വന്നിരിക്കത്തുള്ളൂ. ഫലമില്ലാത്ത ഒരു വൃക്ഷത്തിൽ കിളികൾ ഉണ്ടാകും, അവരങ്ങ് പോകും. അതുപോലെയാണ് അതിൻ്റെ ഒരു സുഖസമൃദ്ധിയിൽ നിൽക്കുമ്പോൾ പലരും അതിനകത്തോട്ടേക്ക് വരും, ചേക്കേറും, ആ സുഖസമൃദ്ധിയിൽ പങ്കാളിയായി മാറും. 2016 ശേഷം 2021 ഈ പിണറായിയുടെയും കൂട്ടാളികളുടെയും ഒക്കെ തന്നെ സുഖസമൃദ്ധി തുടരും എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ചില ഘടകകക്ഷികൾ, എടുത്തു പറയാം ജോസ് കെ മാണി വിഭാഗം, കേരള കോൺഗ്രസ്. അത് ഞാൻ എപ്പോഴും പറയുമ്പോൾ ചിലർ എനിക്കെതിരെ വിമർശനവുമായിട്ട് വരാറുണ്ട് കേട്ടോ. ഞാൻ പറയുന്ന കാര്യം ഉള്ളതല്ലേ, കേരള രാഷ്ട്രീയത്തിൽ നടന്നതല്ലേ. ജോസ് കെ മാണി പിണറായിയുടെ യുഗം തുടരുന്നു എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അതല്ല, അത് പിന്നെ കപ്പിത്താനും കപ്പലും മുങ്ങിത്താഴുകയാണെന്നുണ്ടെങ്കിൽ ജോസ് കെ മാണി ഇങ്ങോട്ടേക്ക് വരുമോ? വരില്ല. ഇനിയിപ്പോൾ അത് മുങ്ങിത്താഴാൻ പോവുകയാണെന്ന് വരുമ്പോൾ എന്തു ചെയ്യും? ചാടി രക്ഷപ്പെടാൻ കഴിയുമെങ്കിൽ അല്ലേ അങ്ങനെ കാണുന്നത്. ഇപ്പോൾ തന്നെ AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് വന്നു ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ്. ഞാൻ അന്നേരം അതിനെ കണ്ടത് എന്താണെന്നറിയാമോ? AK ആന്റണി ഉള്ളിൽ സന്തോഷിക്കുന്നുണ്ട്. ഒരു മകൻ അല്ലെങ്കിൽ ഒരച്ഛൻ്റെ മകനോ മകളോ നന്നായി വരുമ്പോൾ അച്ഛൻ അമ്മയ്ക്ക് സന്തോഷമല്ലേ ഉണ്ടാകുന്നു. ഒരു കമ്പനി പൂട്ടാൻ പോകുന്നു, ആ കമ്പനിയിൽ നിന്ന് മകൻ പോയി വേറൊരു വലിയ കമ്പനിയിലേക്ക് ജോലി നേടുന്നു, സന്തോഷിക്കേണ്ട കാര്യമല്ലേ? അതെ അവിടെ സംഭവിച്ചുള്ളൂ. കോൺഗ്രസ് ഓഫീസ് പൂട്ടാൻ പോവുകയാണ്. അപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ പാർട്ടിയായ BJPയിലേക്ക് കയറി, നല്ലതല്ലേ എന്ന് പറഞ്ഞതുപോലെ ഈ പിണറായിയുടെ ആ ഒരു പരിവേഷമൊക്കെ അങ്ങ് പിന്നെ തകർന്ന് വീണുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് CPMൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് MA ബേബി വന്നിരിക്കുന്ന സാഹചര്യത്തിൽ പിണറായി യുഗം തുടരത്തില്ല. പിണറായി യുഗമെന്നല്ല, CPMഉം അധികാരത്തിലേക്ക് വരില്ല 3ാം വട്ടം. അതിൻ്റെ സൂചനകളൊക്കെ കണ്ടു തുടങ്ങി. അപ്പോൾ നമ്മൾ ചോദിക്കാം, എന്തായിരിക്കും ഘടകകക്ഷികളുടെയൊക്കെ സ്ഥിതി? ഘടകകക്ഷികളൊക്കെ ഓടിപ്പോകാവുന്നിടത്തേക്കൊക്കെ ഓടിപ്പോകും, അങ്ങനെയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ട് LDFിലുള്ള ഘടകകക്ഷികൾ എന്ന് പറയുന്നത് CPI ഉണ്ട്. CPI എന്ന് പറയുന്നത് എപ്പോഴും ഈ CPMൻ്റെ ഒരു തണൽ പറ്റി നിൽക്കുന്നവരാണ്. CPIക്ക് അല്ലാതൊരു പ്രതാപകാലമൊക്കെ ഉണ്ടായിരുന്നു, അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരുന്ന കാലമൊക്കെ ഉണ്ട്. അതിനെപ്പറ്റി പറയുന്നില്ല, അതൊക്കെ കഴിഞ്ഞിങ്ങ് വന്നു, ആ കാലമൊക്കെ പോയി. CPIയുടെ കാലം ശോഷിച്ചു. ഇപ്പോൾ CPMൻ്റെ തണലിൽ നിൽക്കുകയാണ്. CPMൻ്റെ തണലിൽ നിൽക്കുമ്പോൾ CPMൻ്റെ ചവിട്ടും കുത്തും ഏറ്റി കിടക്കുന്ന ഒരു പാർട്ടിയാണ് CPI. അതും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. CPMലെ പിന്നെ നാക്കിന് ലൈസൻസ് ഇല്ലാത്ത MM മണി CPIക്കാരോട് പറഞ്ഞല്ലേ, എന്നാ പിന്നെ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്ന് ഒറ്റയ്ക്ക് നിന്ന് ഒന്ന് ജയിച്ചു കാണും. MM മണിയുടെ വർത്തമാനം ഇത്തരത്തിലല്ലേ, ഈ തരത്തിൽ കൈയൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കും, അങ്ങനെ പറഞ്ഞിട്ടുള്ളതാണ്. ഇതുപോലെ CPM സഖാക്കളുടെ കയ്യിൽ നിന്ന് എന്തുമാത്രം ചവിട്ടും കുത്തും ഈ CPIക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ CPI അവിടെ തന്നെയൊക്കെ ഇങ്ങനെ നിൽക്കും, ആ ഓരം ചേർന്ന് നിൽക്കും. പിന്നീട് നമുക്ക് പറയേണ്ടത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെയാണ്. അവരാണ് പിന്നീട് പ്രബലമായിട്ടുള്ളത്. അതിപ്പുറത്തേക്ക് വരുമോ ഇല്ലയോ, അത് കുറേ നാളായിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യുകയാണ്. ഈ രാത്രി സമയത്ത് ഈ കോഴിക്കോടിന് ചുറ്റും നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്, പറയാറുണ്ട്, ഈ പാക്കാൻ എന്ന് പറയുന്ന ഒരു ജീവിയുണ്ട്. രാത്രിയിൽ അതിന് കണ്ണ് കാണാം. അതിങ്ങനെ കോഴിക്കോടിന് ചുറ്റും ഇങ്ങനെ ഒന്ന് കറങ്ങി നിൽക്കും, കോഴിയെ പിടിക്കാൻ വേണ്ടിയിട്ട്.
കോഴിയെല്ലാം കൂടെ ഉച്ചത്തിൽ ബഹളം ഉണ്ടാക്കുമ്പോൾ വീട്ടുകാരെല്ലാം ചാടി എഴുന്നേക്കും, പാക്കാൻ സ്ഥലം വിടും. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെയാണ് ഈ ലീഗ് ഇങ്ങനെ ഈ LDF എന്ന് പറയുന്ന കോഴിക്കൂടിന് ചുറ്റും ഇങ്ങനെ കടന്ന് കറങ്ങുകയാണ്. ആരെ പിടിക്കാൻ വേണ്ടി? ഈ ജോസ് കെ മാണി വിഭാഗത്തെ പിടിക്കാൻ വേണ്ടിയിട്ട്. കാരണം ലീഗിനറിയാം ഇനിയിപ്പോൾ പിണറായി വിജയൻ തുടരത്തില്ല, ജോസ് കെ മാണിക്കും അവിടെ നിന്ന് രക്ഷപ്പെട്ടിപ്പുറത്തേക്ക് വരണം. ഞങ്ങൾ അങ്ങോട്ടേക്ക് വരട്ടോ എന്ന് ചോദിക്കാൻ ജോസ് കെ മാണിക്ക് ഒരല്പം മടിയുണ്ട്. പണ്ട് അവിടുന്ന് കൂടും കുടുക്കയൊക്കെ എടുത്ത് ഇറങ്ങിപ്പോന്നതാണ്. അതുകൊണ്ട് ഇനി അങ്ങോട്ട് വന്നൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് വരാം. അപ്പോൾ കോൺഗ്രസ് ഇത് ലീഗിനെ അങ്ങ് ഏൽപ്പിച്ചു വച്ചിരിക്കുകയാണ്. അപ്പോൾ ലീഗ് ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യാൻ തയ്യാറാകുന്നു. കാരണം ലീഗിന് ഭരണം വേണം. കോൺഗ്രസിനേക്കാളും ജോസ് കെ മാണിയേക്കാളും ഒക്കെ ഭരണം അടുത്ത തവണ കിട്ടിയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് അവരാണ്. ഇല്ലെങ്കിൽ അവർ മുച്ചൂടും ഭ്രാന്ത് പിടിക്കുമെന്നേ. ഒന്ന് ആലോചിച്ച് നോക്കുക. അധികാരമില്ലാതെ ഭ്രാന്ത് പിടിച്ചു പോയ, കൂട്ടത്തോടെ ഭ്രാന്ത് പിടിച്ചു പോയ ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് കേരള രാഷ്ട്രീയത്തിൽ എഴുതേണ്ടി വരും. അത് എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ലീഗ് ഇപ്പം നെട്ടോട്ടമാണ്. ഈ LDF ആകുന്ന ഈ കോഴിക്കോടിന് ചുറ്റും ഇങ്ങനെ കടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് മാണിയെ പിടിച്ചുകൊണ്ട് ചെല്ലാൻ. തിരുവമ്പാടി സീറ്റ് അങ്ങോട്ട് വിട്ടുകൊടുക്കും. പാലയിൽ രക്ഷയില്ല. അതൊക്കെ ഞാൻ പലവട്ടം പറഞ്ഞതാണ്. അതൊക്കെ ഒരുപാട് തവണ പറയുമ്പോൾ കേരള കോൺഗ്രസ്സുകാർ നമ്മുടെ നേരെ ചാടി വരും. നടക്കാൻ പോകുന്ന കാര്യവുമാണ്. അപ്പോൾ കേരള കോൺഗ്രസിനെ കൊണ്ടുവരിക, മുന്നണി ശക്തിപ്പെടുത്തുക. അതിനോടൊപ്പം പിന്നെ ആരുണ്ടെന്ന് ചോദിച്ചാൽ കേരള കോൺഗ്രസ്, പിന്നെ ചില വിഭാഗം INL, ജനതാദള്, ജനാധിപത്യ കേരള കോൺഗ്രസ്. ജനാധിപത്യ കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് ആന്റണി രാജുവിൻ്റെ ആഫീസ് പൂട്ടി. ഒരു 2.5 കൊല്ലം മന്ത്രിയായിട്ട്, ട്രാൻസ്പോർട്ട് മന്ത്രിയായിട്ടിരുന്നു. അദ്ദേഹത്തിന് ലോട്ടറി അടിച്ച പോലെയാണ്. പിന്നെ കേരള കോൺഗ്രസ്, സ്കറിയ തോമസ്, ഇങ്ങനെ കുറേ വിഭാഗമുണ്ട്. അതൊക്കെ അപ്രസക്തമാണ്. ഗണേഷ് കുമാർ ഉണ്ട്. ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ഗണേഷ് ഇങ്ങോട്ട് ചാടി വരുമെന്നൊരിക്കലും തോന്നുന്നില്ല തൽക്കാലത്തെ സ്ഥിതിയിൽ. അദ്ദേഹത്തിന് അവിടെ പത്തനാപുരത്തെ MLA ആയിട്ട് എന്തായാലും തുടരും. അത് മാറ്റമില്ലാത്ത കാര്യമാണ്. പത്തനാപുരത്ത് MLA എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കത്തില്ല. 5 വർഷം പിന്നിട്ടതാണ് അദ്ദേഹത്തിന്. പിന്നെ ഈ അധികാരം ഭരണമൊന്നും ഇല്ലെങ്കിലും നിൽക്കാനറിയാം. അത് പണ്ട് ബാലകൃഷ്ണനുള്ള അത്തരത്തിലാണ് പഠിപ്പിച്ചു വെച്ചിട്ടുള്ളത്. 5 തവണയായിട്ട് ജയിച്ച് വരികയല്ലേ. അപ്പോൾ MLA ആയിട്ട് തുടരും. UDF അധികാരത്തിൽ വന്നാൽ പ്രതിപക്ഷത്തിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ലീഗിൻ്റെ ചില അധ്വാനത്തോടുകൂടി LDFിലെ ചില ഘടകകക്ഷികൾ ഇങ്ങോട്ടേക്ക് ചേക്കേറും. അപ്പം മുന്നണി വിപുലീകരിക്കുക, ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ കേന്ദ്രവും ഹൈക്കമാൻഡും ഒക്കെ വലിയ നോട്ടം ഇട്ടിരിക്കുകയാണ്. കേരളത്തിൽ കോൺഗ്രസ്സിന് അധികാരം പിടിച്ചെടുക്കാൻ കഴിയും എന്നുള്ള രീതിയിൽ. അപ്പോൾ ഘടകകക്ഷികൾ, അതിൽ പ്രധാനി ജോസ് കെ മാണി വിഭാഗം കൂടും കുടുക്കയും ഒക്കെ എടുക്കാൻ തുടങ്ങി എന്ന് നമുക്ക് മനസ്സിലാക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.